ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന വാർത്തകൾ പുറത്തു വന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയോ എന്ന ചോദ്യത്തിന് ഇതുവരെയും കേന്ദ്രം വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. ട്രംപിനെ ഭയന്നിട്ടാണോ കേന്ദ്രം നിലപാട് വ്യക്തമാക്കാൻ മടിക്കുന്നത്? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്താൻ സമ്മതിച്ചു എന്ന വാഷിംഗ്ടണിന്റെ വാദത്തിന് എതിരെ മറുപടിയുമായി റഷ്യ. ഊർജ ഇറക്കുമതിയിൽ ന്യൂഡൽഹി നിലപാട് മാറ്റിയതായി വിശ്വസിക്കാൻ ഒരു കാരണവുമില്ല എന്നാണ് റഷ്യയുടെ പ്രതികരണം. ഇന്ത്യ റഷ്യൻ ഹൈഡ്രോ കാർബൺ വാങ്ങുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുകയും അന്താരാഷ്ട്ര ഊർജ വിപണിയിൽ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഗാരോവ പറഞ്ഞു. റഷ്യൻ ഹൈഡ്രോ കാർബണുകൾ വാങ്ങുന്നതിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ തങ്ങൾക്ക് ഒരു കാരണവുമില്ല. സ്വതന്ത്ര രാജ്യങ്ങളെ ഏത് രീതിയിലും പിടിച്ചെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും ഇത്തരം അവകാശവാദങ്ങളിൽ ഞങ്ങൾക്ക് പുതുമയൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് റഷ്യ പ്രതികരിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്താൻ ന്യൂഡൽഹി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വാഷിംഗ്ടൺ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ വന്നത്. റഷ്യ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലാതെ മറ്റാരും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് നേരത്തെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗയി ലാവ്റോവ് പറഞ്ഞിരുന്നു. ഫെബ്രുവരിയിൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നതിനിടെ ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ അടുത്തിടെ നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള US തീരുവ 50% നിന്ന് 18% കുറയ്ക്കുന്നതായി ഇരുപക്ഷവും പിന്നീട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ട്രംപ് ഏർപ്പെടുത്തിയ 25% താരിഫ് നീക്കം ചെയ്തതും ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വാഷിംഗ്ടണിന്റെ അവകാശവാദം ഇന്ത്യ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ഊർജ സംഭരണ തീരുമാനങ്ങളിൽ ദേശീയ താൽപ്പര്യങ്ങൾ മാർഗനിർദ്ദേശ ഘടകമായി തുടരുമെന്ന് ന്യൂഡൽഹി വാദിച്ചു. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടയാൻ അമേരിക്ക ശ്രമിക്കുന്നതായി റഷ്യ മുൻപ് ആരോപിച്ചിരുന്നു. താരിഫ് ഉപരോധങ്ങൾ, നേരിട്ടുള്ള വിലക്കുകൾ തുടങ്ങിയ നിർബന്ധിത ഉപകരണങ്ങൾ വാഷിംഗ്ടൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരോപിച്ചു. യുക്രൈനിലെ യൂറോപ്യൻ സഖ്യകക്ഷികൾക്കെതിരെ സഗാരോവ തന്റെ വിമർശനം തിരിച്ചുവിട്ടു. സമാധാനം, ഒത്തുതീർപ്പ് പിന്തുടരുന്നതിൽ അവർക്ക് താൽപ്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന ഉറപ്പ് വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവകാശപ്പെട്ട പിന്നാലെയാണ് വിദേശ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന നിലപാട് ജയശങ്കർ വ്യക്തമാക്കിയത്. ഇന്ത്യ സ്വതന്ത്രമായി ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആഗോള എണ്ണ വിപണി സങ്കീർണവും ചലനാത്മകവുമാണ്. ലഭ്യത, ചെലവ്, അപകട സാധ്യതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എണ്ണക്കമ്പനികൾ തീരുമാനമെടുക്കുന്നത്. അവരുടെ താൽപ്പര്യങ്ങൾക്ക് യോജിക്കുന്ന തീരുമാനങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടെന്ന് ജർമ്മനിയിൽ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിനിടെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി പതിയെ കുറയുകയാണെന്ന് കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ പ്രതിദിനം 20.9 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇക്കൊല്ലം ജനുവരിയിൽ ഇത് 11.6 ലക്ഷം ബാരലായി കുറഞ്ഞു. 3 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2022 യുക്രൈൻ അധിനിവേശം തുടങ്ങിയതോടെയാണ് റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. പൊതുവിപണിയിൽ ക്രൂഡ് ഓയിൽ വിൽക്കാൻ കഴിയാതെ വന്നതോടെ 50% വരെ ഡിസ്കൗണ്ടിൽ എണ്ണ നൽകാമെന്ന് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ ഓഫർ വെച്ചു. ഇതോടെ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. എന്നാൽ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ ഇന്ത്യ സഹായിക്കുകയാണെന്നാണ് US ആരോപണം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള US തീരുവ 50% നിന്ന് 18% കുറച്ചതായി ഇരുപക്ഷവും പ്രഖ്യാപിച്ചിരുന്നു. റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ട്രംപ് ഏർപ്പെടുത്തിയ 25% അധിക തീരുവയും പിൻവലിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ ഇന്ത്യ ന്യായീകരിച്ചിരുന്നു.